ടീനയുടെ മുൻപിൽ പൗലോസിനെ മുട്ടുകുത്തിച്ച് സ്റ്റാൻലി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നാളത്തെ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ മുറിയിൽ വിശന്ന് തളർന്നിരിക്കുന്ന അലീന. അതായത് തൻ്റെ പപ്പയെ നേർവഴിക്ക് നടത്താനായിട്ട് അലീന എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ വിശപ്പും കാര്യങ്ങളൊക്കെ സഹിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അലീനയ്ക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ക്ഷീണം വന്ന് അലീന കിടക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലിയാണെങ്കിൽ താനെടുത്ത പുതിയ തീരുമാനവുമായി അലീനയെ കാണാനായിട്ടെത്തുന്നു. മോളെ, നീ ഇങ്ങനെ തളർന്ന് കിടക്കല്ലേ, നീ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന പറയുന്നുണ്ട്, പപ്പയ്ക്ക് അറിയാവുന്നതല്ലേ താൻ ഭക്ഷണവും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല എന്നും തനിക്ക് ഭക്ഷണവും കാര്യമൊന്നും വേണ്ട എന്നും. പിന്നെ എന്തിനാണ് പപ്പ ഇപ്പോൾ തന്നെ വിളിക്കാനായിട്ട് വന്നത്? താൻ പപ്പയെ ശരിയാക്കണം എന്നുള്ള ചിന്തയിലാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, നീ വാ മോളെ, നീ ഇപ്പോൾ തന്നെ ക്ഷീണിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ക്ഷീണിച്ചോട്ടെ, അതൊന്നും കുഴപ്പമില്ല, എന്നിരുന്നാലും പപ്പ സമ്മതിക്കാതെ ഞാൻ ഒരു ഉരുള പോലും കഴിക്കില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം സ്റ്റാൻലി ആണെങ്കിൽ അലീനയോട് പറയാണ്, ഈ കേണൽ സ്റ്റാൻലി ജോസഫ് ഇതിന് മുമ്പ് ആരുടെയും വാക്കോ ആരുടെയും ആഗ്രഹമോ ഒന്നും സാധിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്തു കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മോളെ, നിൻ്റെ മുൻപിൽ ഈ കേണൽ സ്റ്റാൻലി ജോസഫായി നിൻ്റെ പപ്പ തോറ്റു തരികയാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ നീ വാ ഭക്ഷണം കഴിക്കുമെന്ന് പറയുന്നു. പപ്പ തോറ്റു തരണമെന്നല്ല എൻ്റെ ആഗ്രഹം, പപ്പ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നാണ്, എല്ലാവരെയും മനസ്സിലാക്കണമെന്നാണ്. അല്ലാതെ പപ്പ എൻ്റെ മുൻപിൽ പരാജയപ്പെടുകയല്ല എനിക്ക് വേണ്ടത് എന്ന് പറയുന്നു. ഇതേ സമയം, ശരി എങ്കിൽ നീ പറയുന്ന മാതിരി ഇന്നു മുതൽ ഞാനൊരു വേറെ പപ്പയായിരിക്കുമെന്ന് പറയുന്നതും അലീനയും കൊണ്ട് താഴത്തേക്ക് പോകുന്നതും കാണാൻ കഴിയുന്നുണ്ട്. എടാ പൗലോസേ, എൻ്റെ കൊച്ചിനുള്ള സാധനങ്ങൾ, എല്ലാവർക്കുമുള്ള സാധനങ്ങൾ വേറെ എടുത്ത് വെക്കടാ എന്ന് പറയുകയാണ് എന്ന് കാണാം. തുടർന്ന് അലീനയ്ക്ക് ചോറ് വാരിക്കൊടുക്കുകയാണ് സ്റ്റാൻലി എന്ന് കാണാൻ നമ്മൾ പ്രേക്ഷകർക്ക് സാധിക്കുന്നുണ്ട്. സ്റ്റാൻലിൻ്റെയും അലീനയുടെയും അച്ഛൻ മകൾ നല്ല ഒരു കോംബോ നാളെ തൊട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പൗലോസും ആൻ്റപ്പനും എല്ലാവരും ഞെട്ടി നിൽക്കാൻ കേട്ടോ. എന്ത്, സ്റ്റാൻലി ഇങ്ങനെ തൻ്റെ കൈ കൊണ്ട് തൻ്റെ മകൾക്ക് വാരിക്കൊടുക്കുന്നത് കണ്ടിട്ട്. ഇതേ സമയമാണെങ്കിൽ നീ പോയി അപ്പച്ചനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ആൻ്റപ്പനോട് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഔതക്കുട്ടിയാണെങ്കിൽ പറയുന്നുണ്ട്, തനിക്ക് വേണ്ട, തൻ്റെ ചിന്നമ്മ കഴിക്കാത്തത് കൊണ്ട് തന്നെ തനിക്ക് ഭക്ഷണം ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, ചിന്നമ്മേ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, എന്ത് അവതക്കുട്ടിച്ചായൻ വായോ എന്ന് പറയുന്നു. അവതക്കുട്ടി വന്ന് നോക്കുമ്പോൾ എന്താ, സ്റ്റാൻലി ചിന്നമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആഹാ, ഇവിടെ ഇതാണോ നടക്കുന്നത്? എന്നിട്ട് എന്താടാ ലാലിച്ച നീ എന്നെ വിളിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അപ്പൻ നിരാഹാരമൊന്നുമല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ, ഇനി എനിക്ക് ഒരു നിരാഹാരമില്ല, എൻ്റെ ചിന്നമ്മ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനും നിരാഹാരം എടുക്കുന്നത് എന്ന് ചോദിച്ച് അപ്പച്ചനും അതായത് ഔതക്കുട്ടിയും ഭക്ഷണം കഴിക്കുകയാണ് എന്ന് കാണാം. അവർ 3 പേരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചിരിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഔതക്കുട്ടിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്താ മോളെ, അവൻ എല്ലാ കാര്യവും അംഗീകരിച്ചോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ എല്ലാം അംഗീകരിക്കാമെന്ന പപ്പ പറഞ്ഞത് എന്ന് പറയുന്നു. പക്ഷെ എന്താണ് എങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കെ സ്റ്റാൻലിയാണെങ്കിൽ, എടാ പൗലോസേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആൻ്റപ്പനെയും വിളിച്ച് വരുത്തുന്നുണ്ടെന്ന് കാണാം. തുടർന്നാണെങ്കിൽ പറയുകയാണ്, നിങ്ങൾ
ഇന്നു മുതൽ അലീനയെ അനുസരിക്കണമെന്ന് പറയുന്നു. അലീനയുടെ കീഴിലായിരിക്കും ഇന്നു മുതൽ നിങ്ങളുടെ കാര്യങ്ങളും ഒക്കെ എന്ന് പറയുന്നു. ഇവിടെ എന്തുണ്ടാക്കണം, എന്ത് പാചകം ചെയ്യണമെന്നൊക്കെ അലീനയാണ് ഇനി പറയുന്നത് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അവൾ പറയുന്നത് പോലെ ഇവിടെ ഇനി പാചകം ചെയ്താൽ മതി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എല്ലാ അധികാരവും അവകാശവും ഞാൻ അവൾക്ക് കൊടുക്കാൻ പോവുകയാണെന്നും ഇനി എന്നോട് ചോദിക്കേണ്ട, പൗലോസിനോട് പ്രത്യേകിച്ചാണ് എന്നും പറയുന്നു. ഇനി എൻ്റെ മകളുമായിട്ട് ആവശ്യമില്ലാതെ തല്ലുണ്ടാക്കാനാണ് പൗലോസ് നിൻ്റെ പദ്ധതിയെങ്കിൽ നീ ഇന്നത്തോടെ ജോലി ഉപേക്ഷിച്ച് പോയിക്കോളൂ, അതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. നീ എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് നിന്ന പണിക്കാരനാണ്, അതൊക്കെ ശരി തന്നെയാണ് എന്ന് കരുതി എൻ്റെ മകളുടെ സ്ഥാനം നീ വലിയ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട എന്ന് പറയുന്നു. അതും കാണാം. ഇതേ സമയമാണെങ്കിൽ പൗലോസെ നിനക്കെന്താ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പൗലോസാണെങ്കിൽ അലീനയോട് വന്നിട്ട് മാപ്പ് പറയുകയാണ്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അവിടെയാണ് അലീനയുടെ നല്ല മനസ്സ് നമുക്ക് കാണാൻ കഴിയുക കേട്ടോ. അതായത് അലീന പൗലോസിനോട് പറയുന്നുണ്ട്, പൗലോസേട്ടാ, എനിക്ക് പൗലോസേട്ടൻ വിചാരിക്കുന്ന മാതിരി പൗലോസേട്ടനോട് ശത്രുതയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, പണത്തോടുള്ള ഒരാർത്തിയുമില്ല. പക്ഷേ ഉണ്ടല്ലോ, പൗലോസേട്ടൻ ഇങ്ങനെ ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നത് അതെനിക്ക് ഇഷ്ടമല്ലാത്ത കാരണമാണ്. കാരണം അനാഥാലയത്തിൽ ഞാൻ ഒരുപാട് ഭക്ഷണത്തിനായിട്ട് വിശന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഭക്ഷണം വേസ്റ്റാക്കുന്നത് ഇഷ്ടമല്ലാത്തത്. കൂടാതെ തന്നെ പൗലോസേട്ടന് ചെറിയൊരു അഹങ്കാരവുമുണ്ട്. അത് രണ്ടും ഒഴിച്ച് ബാക്കിയൊക്കെ പൗലോസേട്ടൻ പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്നു. ആ രണ്ട് കാര്യമേ ഞാൻ മാറ്റാൻ പറയുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ പൗലോസേട്ടനോട് ആവശ്യപ്പെടുന്നില്ല എന്ന് പറയുന്നു. കാരണം ബാക്കിയൊക്കെ പൗലോസേട്ടൻ പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അലീന. ഇതേ സമയം കുഞ്ഞെ, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരുപാട് നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, ധിക്കാരം കാണിച്ചതിനെല്ലാത്തിനും മാപ്പ് എന്ന് പറയുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ തൻ്റെ പപ്പ തൻ്റെ കൂടെയാണ് എന്നുള്ള സന്തോഷത്തിലാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയം സ്റ്റാൻലി അലീനയെ ചേർത്ത് നിർത്തുകയാണ് എന്നും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞ പല റിവ്യൂകളും ശരിയായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് പ്രേക്ഷകരെ. അപ്പോൾ ഇതും അങ്ങനത്തെ റിവ്യൂ ആണ്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.